എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ചിലർക്ക് ഡോക്ടറാകണം, ചിലർക്ക് എൻജിനീയർ ആകണം, ചിലർക്ക് ടീച്ചറാകണം. എന്നാൽ ഈശോയ്ക്ക് നമ്മെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നാം എന്താകണം, ആരായിത്തീരണം, ഏതു വഴിയിലൂടെ സഞ്ചരിക്കണം, അങ്ങനെ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങൾ തിരിച്ചറിയുന്നവരാണ് ഈശോയുടെ ഓമന പൈതങ്ങൾ. നമുക്ക് കാണാം ആരാണ് ഈശോയുടെ കൊച്ചുകൂട്ടുകാരെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമാണോ? ആണോ? ഇന്ന് സിസ്റ്റർ നിങ്ങളോട് പറയാൻ പോകുന്നതേ, കുറച്ചു മുമ്പ് എന്നോട് ഒരാൾ വന്ന്, നിങ്ങളിൽ ഒരാൾ വന്ന് പറഞ്ഞു, ആരാന്നൊന്നും ഞാൻ പറയില്ല, സിസ്റ്ററെ ഭയങ്കര ടെൻഷനാ സിസ്റ്റർ, എനിക്ക് രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകണം, പിന്നെ ട്യൂഷൻ, കളിക്കാൻ സമയമില്ല, ആ ഹോംവർക്ക് ഈ ഹോംവർക്ക് എല്ലാം കൂടി കുഴയാ സിസ്റ്ററേന്ന്. ഒരാളുടെ കാര്യം എനിക്കറിയുള്ളൂ, നിങ്ങൾക്കും അങ്ങനെയാണോ? ഓരോരുത്തരായിട്ട് പറ. ഞങ്ങൾക്ക് ഹോംവർക്ക് ക്ലാസ്സിൽ നിന്ന് തരാറില്ലേ? ഓ, നല്ല സ്കൂളാണല്ലോ, എല്ലാവരും അവിടെ പോയി ജോയിൻ ചെയ്തോട്ടോ. പിന്നെയോ അച്ചു? ഞങ്ങൾക്ക് ഹോംവർക്ക് ഒക്കെ തരാറുണ്ട്, പക്ഷെ അത് ചെറുതായിട്ടേ തരാറുള്ളൂ. ആണോ? പിന്നെ മ്യൂസിക് ക്ലാസ്, ഡാൻസ് ക്ലാസ്, ചെസ് ക്ലാസ് ഇല്ലേ? അതൊക്കെ ഉണ്ട്. ഡ്രോയിങ് ക്ലാസ്, പിന്നെ ഏതൊക്കെ ക്ലാസ്സാ? കരാട്ടെ. അപ്പൊ എല്ലാ ക്ലാസ്സും കൂടി കുഴഞ്ഞും മറിഞ്ഞും കിടക്കുന്നോണ്ട് ടെൻഷനായിട്ട് നിങ്ങളുടെ തലയ്ക്ക് മേലെ ഇപ്പൊ വലിയ കല്ല് വെച്ചതുപോലെയാ സിസ്റ്റർക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതൊക്കെ നമുക്കൊന്ന് ഇറക്കി വെച്ച് കുറച്ചു നേരം നമുക്ക് റിലാക്സ് ആകാം. നമുക്കൊരു ഗെയിം കളിച്ചാലോ? എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ? ഈ ഗെയിമിനെ കുറിച്ച് പറഞ്ഞു തരാൻ സിസ്റ്റർ റിനിയെ വിളിച്ചാലോ? അപ്പൊ ഗെയിം എങ്ങനെയാന്ന് സിസ്റ്റർ പറയാം. നിങ്ങൾ എവിടെയുള്ള ട്രാക്ക് കണ്ടോ? ഈ ട്രാക്കിനകത്ത് എന്താ ഉള്ളേ? ഗോട്ടി. ഓക്കെ, ഗോട്ടി കണ്ടപ്പോ നിങ്ങക്ക് എന്താ തോന്നി മനസ്സിലെ? സിസ്റ്റർ, ഒരു ഹായ് എന്ന് പറഞ്ഞ ഫീലിംഗ് തോന്നി. ഗോട്ടി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അതുകൊണ്ട് കളിക്കാൻ തോന്നി. കളിക്കണോ? അന്ന് നമുക്ക് കളിച്ചേക്കാം. ഗെയിം കളിക്കാൻ എനിക്ക് 4 പേരെ വേണം. 4 പേര് ചാടിപ്പോരെ? അയ്യോ, എല്ലാരും ചാടണ്ട, സിസ്റ്റർ പറയാം. ഓക്കെ, അച്ചു വാ, ജിയോ വാ, ജെയ്സ്, അനാമിക പോരെ. അപ്പൊ ഗെയിം ഇങ്ങനെയാണ്. ഇതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും. 30 സെക്കൻഡ്സ് തരും. എത്ര? 30 സെക്കൻഡ്സിന്റെ ഉള്ളിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ നടന്ന് തിരിച്ച് ഈ ഫിനിഷിംഗ് പോയിന്റിൽ തന്നെ തിരിച്ച് എത്തണം. ഇതാണ് ഗെയിം. ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. വീഴാതെ സാവധാനം തന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ എത്തിച്ചേരണം. ഓക്കെ, അപ്പോൾ ഗെയിം തുടങ്ങാം നമുക്ക്. ആദ്യം തന്നെ അനാമിക. The time starts now. Your time starts now. രണ്ടടിയും കൂടി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നല്ലോണം കളിച്ചു വെച്ചു. നെക്സ്റ്റ് ജിയോ. Time starts now. ഓക്കെ കേട്ടോ, മെഡിക്കലായിട്ട് കളിച്ചു. ഓക്കെ, അടുത്ത ലാസ്റ്റ് ജെയ്സ്. The time starts now. നമുക്ക് ഇവരോട് ചോദിക്കാം, ഈ ഗെയിം കളിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്താ തോന്നിയെന്ന്. ഓക്കെ, ആരോട് ആദ്യം ചോദിക്കണ്ടേ?
അച്ഛനോട് ചോദിക്കാം. അച്ചു, എന്താ തോന്നി അച്ചു? വേദന എടുക്കുന്ന പോലെ തോന്നി. കാല് വേദന എടുത്തോ? ഓക്കെ. വീഴാൻ പോകുന്ന പോലെ തോന്നിയോ? ചെറുതായിട്ട് വീഴാൻ പോലെ തോന്നി. ആണോ? കുഴപ്പമില്ല കേട്ടോ. കാല് വേദന പെട്ടെന്ന് മാറിക്കോളൂ അല്ലേ? ഒത്തിരി വേദന എടുക്കുന്നുണ്ടോ? അനാമികെ? എനിക്ക് കളിച്ചപ്പം വേഗം നടക്കാൻ പറ്റുന്നില്ല. അതിന് നടന്നുകൊണ്ടിരിക്കുമ്പോ ബാക്കിലോട്ട് പോകുന്ന പോലെ തോന്നി. പിന്നെ എന്നെ നല്ല പേടിയുണ്ടായിരുന്നു, വീഴോന്ന്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല മിടുക്കിയായിട്ട് കളിച്ചു കേട്ടോ. ഓക്കെ. അപ്പൊ ആരാ കൂടുതൽ അടുത്തെത്തിയത്? അച്ചു അല്ലേ? അപ്പൊ അച്ചു ആണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്. ഓക്കെ. ജേസ്? ഈ കോട്ടിക്കോട് നടന്നപ്പോ കാല് കുഴിഞ്ഞു പോകുന്ന പോലെ തോന്നി. കാല് കുഴിഞ്ഞു പോകുന്ന പോലെ തോന്നി. ഓക്കെ. നടന്നപ്പോ തെന്നി വീഴാൻ പോകുന്ന പോലെ തോന്നി. പിന്നെ കാലിൽ കുറച്ച് ഗോട്ടിയൊക്കെ കുത്തിയപ്പോ കാല് വേദന ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇച്ചിരി വേദനയൊക്കെ എടുത്തു. എന്നാലും നല്ല മിടുക്കരായിട്ട് ഇവര് കളിച്ചു അല്ലെ? പ്രത്യേകിച്ച് അച്ചുവിന് നല്ലൊരു കൈയടി കൊടുക്കാം അല്ലേ? പോയിരുന്നോട്ടോ. അപ്പൊ ഈ ഗെയിമിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഓരോ കോട്ടികളും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളാണ്. ജീവിതത്തില് തടസ്സമാണെന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ? കളിയിൽ അത് തടസ്സമായി വന്നു, അതാണോ ഉദ്ദേശിച്ചേ? അതിന്റെ അർത്ഥം ഈ ട്രാക്കിൽ ഇപ്പൊ ഗോട്ടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ നല്ല പെട്ടെന്ന് സ്പീഡില് നിങ്ങൾക്ക് തന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു മറുപടി ആയിരുന്നു അത്. പിന്നെയോ? കളിക്കാത്ത ഒരാൾ കൊടുത്തേ. സ്റ്റീഫൻ എന്താ തോന്നിയേ? കളിക്കാൻ തോന്നി. കളിക്കാൻ തോന്നി അല്ലേ? ഗോട്ടി കളിക്കാൻ തോന്നി. മറ്റേ ആ കളിയാ? ഓക്കെ. അടുത്ത പ്രാവശ്യം സിസ്റ്റർ അത് കളിക്കാൻ തരാം കേട്ടോ. അപ്പൊ ഈ ഗെയിമിലൂടെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ആദ്യം ഗെയിം തുടങ്ങിയപ്പോൾ എന്താ സിസ്റ്ററിനോട് പറഞ്ഞേ? ഈ ഗോട്ടി കാണുമ്പോൾ കളിക്കാൻ തോന്നുന്നുണ്ട്, ഹായ് എന്ന ഫീൽ, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞേ? പക്ഷേ കളി കഴിഞ്ഞപ്പോൾ എന്താ എല്ലാവരും വേദനിക്കുന്നു സിസ്റ്റർ, കാല് കുഴിഞ്ഞു പോകുന്ന പോലെ എന്നൊക്കെയല്ലേ പറഞ്ഞേ? പേടി തോന്നി. അപ്പൊ കണ്ടപ്പോൾ ഉണ്ടായ കണ്ണിനുണ്ടായ ആകർഷണം, ഗോട്ടി കണ്ടപ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ തോന്നിയ ആ ഒരു ഇൻട്രസ്റ്റും ആ ഒരു ഉത്സാഹവും ഒക്കെ കളി കഴിഞ്ഞപ്പോൾ അത്ര ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇല്ല. ക്ഷീണവും വേദനയും മടുപ്പും ഭയമൊക്കെ ആയിട്ടത് മാറി. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ കണ്ണിന് നല്ല കാണുമ്പോൾ വാവ് ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? അതൊക്കെ ഫേസ്ബുക്ക് ആയിരിക്കാം, നിങ്ങളുടെ കാർട്ടൂൺസ് ആയിരിക്കാം, വാട്സപ്പ് ആയിരിക്കാം, പിന്നെയോ ഗെയിംസ് ആയിരിക്കാം, വീഡിയോ ഗെയിംസ്, ഓരോരുത്തർ മേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മൂവീസ്. ഓരോ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ അത് വേണം, ഇത് വേണം, ഫെയർ ആൻഡ് ലവ്ലി വേണം, അല്ലെങ്കിൽ ലേസ് കഴിക്കാൻ വേണം, കുർക്കുറെ വേണം, അങ്ങനെ കണ്ണിന് കുളിർമ നൽകുന്ന കാര്യങ്ങൾ കാണുമ്പോൾ സ്വന്തമാക്കാൻ തോന്നും അല്ലേ? പക്ഷേ എന്താ സംഭവിക്കുന്നത്? അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതായിരിക്കില്ല, നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമ്മെ സഹായിക്കില്ല. അപ്പൊ ഈ ഗെയിമിലൂടെ നമുക്ക് മനസ്സിലാക്കാം, എൻ്റെ ജീവിതത്തിന് ആവശ്യമായത്, അതായത് ചിലപ്പോൾ കണ്ണിന് കുളിർമയേകുന്ന, കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, സ്വന്തമാക്കണം എന്നൊക്കെ തോന്നും. ചിലപ്പോൾ നമ്മുടെ സമയം അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കും. പക്ഷെ അതൊന്നും ചിലപ്പോൾ നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കൂല. നമ്മുടെ പഠനത്തിന് അതൊരു ബ്ലോക്ക് ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു ബ്ലോക്കായി മാറും. അതുകൊണ്ട് ഇതുപോലത്തെ ചെറുതും വലുതുമായി തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലെ നീക്കി നല്ലത് മാത്രം മുറുകെ പിടിക്കുവാനും ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും നമുക്ക് നല്ലൊരു തീരുമാനം ഈ ഗെയിമിലൂടെ എടുക്കാം. ഓക്കെ? ഗെയിം എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര മനോഹരമാണ്. എന്നാൽ ആ മനോഹാരിത കാണാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. നന്മയെ മുറുകെ പിടിക്കുവിൻ, തിന്മയെ ദ്വേഷിക്കുവിൻ എന്ന ഈശോയുടെ വചനങ്ങൾ അനുസരിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു. അന്ധത പതിച്ച കണ്ണുകൾക്ക് കാഴ്ച നൽകുവാൻ, നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ അടുത്ത സെഗ്മെന്റ് നിങ്ങളെ സഹായിക്കട്ടെ. മക്കളെ, നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് സിസ്റ്റർ ദൈവത്തിന്റെ സൃഷ്ടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ വെച്ചിരിക്കുന്ന ഈ ചെടികളെ നിങ്ങൾ കണ്ടോ? ഇഷ്ടമായ ചെടികളെ കണ്ടപ്പോ? നല്ല പച്ചപ്പൊക്കെ വന്നില്ലേ നമ്മുടെ അടുത്തേക്ക്? ഈ ചെടികളുടെ പേരെന്താന്ന് ചോദിച്ചു. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഈ ചെടികളുടെ പേര്? ഒലിവിയ, ഈ ചെടിയുടെ പേരെന്താ? തുളസി. തുളസി, മിടുക്കി. പിന്നെയോ ടെസ്, ഈ ചെടിയോ? റോസ് ചെടി. ഓക്കെ, രണ്ട് ചെടിയും നിങ്ങൾക്ക് അറിയുന്ന ചെടിയാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഏത് ചെടിയാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടം? എല്ലാവർക്കും റോസ് ആണല്ലോ ഇഷ്ടം. ഒരേ സ്വരത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ. ഓക്കെ, റോസ് ആണ് ഇഷ്ടം. തുളസിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയോ? അത് ഔഷധമാണ്. അതൊരു ഔഷധമാണ്, മെഡിസിനൽ പ്ലാന്റ് ആണ്. പിന്നെയോ? അത് ആരോഗ്യത്തിന് നല്ലതാണ്. ഓക്കെ, ആരോഗ്യത്തിന് അത് നല്ലതാണ്.
സിസ്റ്റർ ആദ്യം ചോദിച്ചു നിങ്ങൾക്ക് ഏത് ചെടിയാണ് ഇതിൽ ഇഷ്ടമെന്ന്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താ പറഞ്ഞേ? റോസ് ചെടിയാണ് ഇഷ്ടമെന്ന്. സിസ്റ്റർ അത് കഴിഞ്ഞിട്ട് ചോദിച്ചു ഗുണങ്ങൾ ചോദിച്ചപ്പോ തുളസിയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പൊ റോസിനാണോ ഗുണങ്ങൾ കൂടുതൽ, തുളസിക്കാണോ ഗുണങ്ങൾ കൂടുതൽ? അല്ലേ? പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏത് ചെടിയാ? റോസ്. അപ്പൊ അവിടെ എന്തോ ഒരു കുഴപ്പമില്ലേ? ഇഷ്ടമായത് റോസ് ചെടി, പക്ഷെ ഗുണമുള്ളതും മൂല്യമുള്ളതും ഏത് ചെടിയാ? തുളസി ചെടി. അപ്പൊ ഇതുപോലെയാണ് മക്കളെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയല്ലേ? നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന, കാഴ്ചയിൽ നല്ല ഭംഗി തോന്നിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സ് എടുത്താലും കാണാൻ ഭംഗിയുള്ള ഫ്രണ്ട്സിനെയാണ് നമുക്കിഷ്ടം, അല്ലേ? ടീച്ചേഴ്സിനെ എടുത്താലും പലപ്പോഴും കുഞ്ഞുങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മാതാപിതാക്കളെ കുറിച്ച്, എൻ്റെ പപ്പയ്ക്ക് ഭംഗിയില്ല, എൻ്റെ മമ്മിക്ക് ഭംഗിയില്ല, അവർ പഠിച്ചതല്ല, അവർക്ക് സ്റ്റേറ്റസ് ഇല്ല, ഇല്ലേ? ഇപ്പോഴും നമ്മുടെ കണ്ണിന് കാഴ്ച നൽകുന്നതും അതായത് നല്ല ഭംഗി തോന്നിക്കുന്നതും സൗന്ദര്യമുള്ളതുമായതാണ് നമുക്കിഷ്ടം. പക്ഷേ ശരിക്കും ചിലപ്പോൾ ഭംഗി കുറവായിരിക്കും, ഇതിന് പൂക്കളില്ലായിരിക്കും. അത് നോക്കി നല്ല റോസ് ആയിട്ട് ഇരിപ്പുണ്ട്, റോസ് കളറാണ്, കാണുമ്പോൾ ഒരു സന്തോഷം നൽകും റോസ്, അല്ലേ? പെട്ടെന്ന് റോസ് ചെടി കണ്ടാൽ നമുക്കൊരു സന്തോഷമല്ലേ മനസ്സിന്? പക്ഷെ അതിലും നല്ല ഔഷധ ഗുണമുള്ളതാണ് ഏത്? തുളസി ചെടി. അതിന് നമ്മൾ പലപ്പോഴും അവഗണിക്കും, വലിയ മൂല്യമൊന്നും കൊടുക്കൂല. അപ്പൊ നമ്മുടെ ജീവിതത്തിലും മൂല്യം കൊടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്, അല്ലേ? ചിലപ്പോൾ നമ്മളോട് ക്ഷമിക്കാൻ പറയും. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിങ്ങൾ ഓരോ കുസൃതികൾ കാണിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയില്ലേ സാരമില്ല പോട്ടെ വിട്ട് കളഞ്ഞേക്ക്. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താ? റിവെഞ്ച് ആയിരിക്കും, അല്ലേ? അവൻ ഒറ്റയ്ക്കൊന്ന് കിട്ടിയാൽ എനിക്ക് അവനെ റെഡിയാക്കണം, അല്ലേ? മനസ്സിൽ തോന്നാറില്ലേ? അല്ലെങ്കിൽ പോട്ടെ അവൻ അറിയാതെ ചെയ്തതല്ലേ, അവൻ കുഴപ്പമില്ല സാരമില്ല എന്ന് വെച്ചാൽ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കില്ല. മമ്മി പറഞ്ഞു ഒന്ന് കടയിൽ പോയിട്ട് ഒരു സാധനം മേടിച്ചുകൊണ്ട് ഒരു അത്യാവശ്യമായിരുന്നു, ഇല്ല എനിക്ക് കാർട്ടൂൺ കാണണം. ആ സമയത്ത് കാർട്ടൂൺ ആണോ അത്യാവശ്യം? മമ്മി ചോദിച്ച ഹെൽപ്പ്, ആ സഹായം ചെയ്തു കൊടുക്കുകയാണോ അത്യാവശ്യം? പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് ആ സമയത്ത്? കാർട്ടൂൺ കണ്ടുകൊണ്ട് ഇരിക്കും. നമ്മളൊരു കടയിൽ ഇപ്പൊ പോവാ, ഷോപ്പിങ്ങിന് പോവാ, പപ്പ പറഞ്ഞു ഇപ്പൊ ശരി ടൈറ്റാ, ശമ്പളം കിട്ടിയിട്ടില്ല, അല്ല എനിക്ക് ഈ ഉടുപ്പ് ഇപ്പൊ തന്നെ വേണം, വാശി പിടിക്കാറില്ലേ? അല്ലെങ്കിൽ എനിക്കിത് ഇപ്പൊ തന്നെ കഴിക്കണം. അപ്പൊ ഇതുപോലെ നമ്മുടെ ചില നല്ല മൂല്യങ്ങള്, കണ്ണിന് കുളിർമയുള്ളതും നല്ല ഇഷ്ടവസ്തുക്കളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഈ മൂല്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മറന്നു പോകും, നമ്മൾ അവഗണിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അവഗണിച്ചു പോയ മൂല്യങ്ങളും നല്ല നല്ല നന്മ പ്രവൃത്തികളെല്ലാം നമുക്ക് വീണ്ടെടുക്കണം. അതല്ലേ ഈശോ പറഞ്ഞത്, അല്ലേ? തിന്മയെ വർജിക്കുക, നന്മയെ മുറുകെ പിടിക്കുക. നന്മയെ മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് എവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ? സ്വർഗത്തിൽ. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ നന്മയെ മുറുകെ പിടിക്കണം. അപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് തീരുമാനിച്ചേ, ഇനി മുതൽ ഞാൻ ക്ഷമിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യും? ക്ഷമിക്കും, അല്ലേ? സാരമില്ലെന്ന് വെക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ചേട്ടനും അനിയനും അനിയത്തിയും ഒക്കെ ആയിട്ട് കളിക്കുമ്പോൾ അവൻ കുഞ്ഞാണെങ്കിൽ സാരമില്ലെന്ന്, അവന് മിഠായി വേണോ ഒന്ന് കൊടുത്തേക്ക്, അല്ലേ? ഞാൻ ചേട്ടനല്ലേ, ഞാൻ ചേച്ചിയല്ലേ? അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. പിന്നെ പലത് കാണുമ്പോൾ പലത് വേടിക്കാനും സ്വന്തമാക്കാനും ഒക്കെ തോന്നും. അപ്പൊ എന്ത് ചെയ്യണം? വേണ്ട. എത്രയോ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഡ്രസ്സില്ല, ഭക്ഷണമില്ല, അല്ലേ? അങ്ങനെ ഒത്തിരി മക്കളില്ലേ അതൊന്നും കിട്ടാതെ ജീവിക്കുന്നവര്. അപ്പൊ എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ട് ചിലതൊക്കെ വേണ്ട എന്ന് വെക്കണം. അങ്ങനെ നല്ല നല്ല മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഏത് മൂല്യമാണ് എനിക്ക് സ്വന്തമാക്കണം സിസ്റ്റേ, എനിക്കിങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്ന മൂല്യങ്ങളൊന്ന് പറഞ്ഞേ സിസ്റ്ററിനോട്. ഇന്ന് ഞാൻ തീരുമാനം എടുക്കും സിസ്റ്റേ, ഇനി തൊട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും. ക്ഷമിക്കാനോ സ്നേഹിക്കാനോ എന്ത് നിങ്ങൾക്ക് ഈശോ പ്രചോദനം നൽകുന്നു അത് പറഞ്ഞോ സിസ്റ്ററിനോട്. ഇനി മുതൽ ഞാൻ ആരോടും വഴക്കുണ്ടാക്കൂല. മിടുക്കി. ക്ലെയറിന് നല്ലൊരു കൈയടി കൊടുത്തേ. ഇനി മുതൽ ക്ലെയർ ആരോടും വഴക്കുണ്ടാക്കില്ല. അനാമിക്ക് ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ അവർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തു കൊടുക്കും. മിടുക്കി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സഹായിക്കും. ഓക്കെ. ക്ലെമന്റിന്റെ മൈക്ക് കൊടുത്തേ. ക്ലെമന്റ് എന്ത് തീരുമാനം എടുത്ത് നോക്കുന്നേ? സഹോദരങ്ങളെ ഞാൻ സ്നേഹിക്കാം. സ്നേഹത്തിൽ കുറവുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ ഇപ്പൊ പറഞ്ഞതും പറയാത്തതുമായ നല്ല നല്ല തീരുമാനങ്ങൾ നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടെന്ന് സിസ്റ്റർക്ക് അറിയാം. ഇതൊന്നും മറന്നു പോയേക്കരുത്. പലതും കണ്ണിന് കാഴ്ചയ്ക്ക് നല്ലതും കുളിർമയും ഇഷ്ടമുള്ളതും സൗന്ദര്യമുള്ളതും പലതും കടന്നു വരും. പക്ഷെ അതിനോടെല്ലാം നോ പറയാനും
കാണാൻ വലിയ അഴകില്ലെങ്കിലും സൗന്ദര്യം ഇല്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ സമൂഹത്തിലും കുടുംബത്തിലൊക്കെ അവഗണിക്കുന്ന പല കാര്യങ്ങളും സ്വന്തമാക്കാനും പുണ്യത്തിൽ വളരുവാനും നന്മ ചെയ്യുവാനും നമുക്ക് നല്ലൊരു തീരുമാനം ഈ സെഗ്മെൻറ്റിലൂടെ എടുക്കാം. ഈ സന്തോഷത്തോടു കൂടി നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത ഈ നിമിഷത്തിൽ ദൈവസൃഷ്ടിയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. എത്ര ശരിയാണല്ലേ. നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദവും ആകർഷണവും നൽകുന്ന കാര്യങ്ങളല്ലേ ശ്രദ്ധിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവയെല്ലാം നമ്മെ അതിൻ്റെ ആകർഷണ വലയത്തിലാക്കി ലക്ഷ്യത്തിലെത്താൻ പുണ്യത്തിൽ വളരാൻ തടസ്സമാകുന്നു. എന്നാൽ ഈശോയിലേക്ക് നമ്മെ നയിക്കുന്നത് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത കൊച്ചു കൊച്ചു പുണ്യങ്ങളാണെന്ന് നാം ഇന്ന് തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവ് നൽകിയ ദൈവത്തെ നമുക്ക് സന്തോഷത്തോടെ പാടി സ്തുതിക്കാം. ജസ്റ്റ് ഒരു പാട്ട് പഠിപ്പിക്കാം. പാട്ട് പഠിച്ചാലോ? അല്ലേ? പഠിക്കാൻ ആഗ്രഹമില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചേർന്ന് പാടാം കേട്ടോ. ജസ്റ്റ് പാടിത്തരാം. ദും താനതും താനതും തനാനരേ ദും താനതും താനതും തനാനരേ ദും താനതും താനതും തനാനരേ ദും താനതും താനതും തനാനരേ.